ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിന് മുന്നേ എനിക്ക് എല്ലാവരോടൊന്നും പറയാനുള്ളത്, എൻ്റെ വീഡിയോസ് കാണുന്നവർ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് തരണം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് പ്ലീസ്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള സാധനങ്ങൾ: സവാള 3 ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കുളിച്ചിട്ട്. അത് കഴിഞ്ഞ് 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി, അത് കഴിഞ്ഞ് ഇഞ്ചി, പിന്നെ തക്കാളി, അതിൻ്റെ കൂടെ കറിവേപ്പില. അപ്പോൾ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 മുട്ടയാണ് വയ്ക്കുന്നത്. ഇവിടെ 3 പേരാണുള്ളത്. അപ്പോൾ 3 മുട്ടയാണ്. കുറച്ച് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്, പാലെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഒരു പാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. അത് ചൂടായി വരുമ്പോഴേക്കും കടുകിടണം. അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി, അത് ചൂടായി വന്നിട്ടുണ്ട്, പൊട്ടിത്തെറിച്ച് പുറത്ത് വീഴാതിരിക്കാൻ വേണ്ടി അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ തീ സിമ്മിലാക്കുക. ആദ്യമേ സിമ്മിലാക്കണമായിരുന്നു, പക്ഷേ നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് സവാളയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതിടണം. ഇത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഓക്കെ. അതിലേക്ക് ആവശ്യം വേണ്ട ഉപ്പും കൂടെ ഇടാം. ശകലം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്ത് ഒന്ന് നേരെയാക്കി പെട്ടെന്ന് ഇത് വഴറ്റി കിട്ടാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ ഇരുന്ന് പെട്ടെന്ന് ആയിക്കോളും. വീണ്ടും സിമ്മിലാക്കിയിട്ട് നമ്മൾ ഇഞ്ചി ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനെ ഇതിലേക്ക് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇത്. ഞാൻ പേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ ഇത് വഴണ്ടി വന്നു. അതിലേക്ക് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതിടണം. ഓക്കെ, ടൊമാറ്റോയും നല്ല വെന്ത് വന്നതിന് ശേഷം മാത്രം മസാലയൊക്കെ ഇടാം. കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. വീണ്ടും ഫ്ലെയിം കുറച്ചിട്ടുണ്ടേ.
വഴറ്റുമ്പോൾ എനിക്ക് തുമ്മലും ചുമയൊക്കെ വരും. കാരണം ഇതിന് മൂത്ത് വരുമ്പോഴേ അതിൻ്റെ സ്മെല്ല് അടിച്ചിട്ട് അതൊക്കെ വരും. അപ്പോൾ ഈ ടൊമാറ്റോയും ആയിക്കഴിഞ്ഞു. കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്നാവും. അപ്പോൾ ഇതിലേക്ക് ഇനി മസാല ചേർക്കാം. അപ്പം ഞാൻ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 3/4 ടീസ്പൂണ് ശകലം കൂടുതലുണ്ട് മുളക് പൊടി. എരിവുള്ളതാണിത്. പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല പൊടി പൊടിച്ചതാണ്, ഇവിടെ തന്നെ പൊടിച്ചതാണ്. അപ്പോൾ ഇത് ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് ഇതിൽ കൂടെ എല്ലാം മിക്സ് ചെയ്ത് ഇളക്കി ഒരു ശകലം നേരത്തേക്ക് ഇളക്കിയാൽ മതി. അപ്പോഴേക്ക് ഇത് ഓക്കെ ആവും. ഇനി ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കും. എന്നിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ഇതിലേക്ക് ഈ മുട്ട പുഴുങ്ങി വെച്ചേക്കുന്നത് ഇട്ട് എന്നിട്ട് ഫ്ലെയിം ലോയിലാക്കിയിട്ട് കുറച്ച് വെള്ളം അടച്ചിടുക. ആ മുട്ടയിലേക്ക് കുറച്ച് മുളകും എല്ലാം അതിൻ്റെ മസാലയെല്ലാം പിടിച്ചു വരും. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാലൊഴിച്ച് വാങ്ങിയെടുക്കാം. എല്ലാം ഒന്ന് പിടിച്ചു വരാൻ വേണ്ടി കുറച്ച് നേരത്തേക്ക് തിളപ്പിക്കും. ശകലം കുറച്ച് നമ്മുടെ കിടന്നിട്ട് ഇതെടുക്കാം. അപ്പോൾ അതിലേക്ക് ഇനി ഇത് ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു. ഓക്കെ, ഇതൊന്ന് ചൂടായി വരട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കണ്ട, ഇതൊന്ന് ചൂടായി വരണം. അപ്പം മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. കൂടെ അപ്പമാണ്. അപ്പമാണ്.
പക്ഷെ ഞാൻ എല്ലാ കറിയിലും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കും. കാരണം ഇത് കുറച്ച് നേരം